കോട്ടയം ജില്ലയിലെ നാട്ടാശ്ശേരിയിലാണ് ദേശത്തിന് തണലും ആശ്രയവുമായി അമ്പാട്ട് വെള്ളേപ്പുറം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠാ മുഹൂർത്തത്തിന്റെ മഹാത്മ്യത്താൽ കർമ്മപുഷ്ടി പ്രധാനവും ഭാഗ്യദായകനും സൽസന്താനദായകനും സർവകലകളുടെയും പരിപോഷകനും സർവശനി ദോഷഹരനുമായാണ് അമ്പാട്ട് വെള്ളേപ്പുറം ശ്രീധർമ്മശാസ്താവ് നിലകൊള്ളുന്നത്. മീനച്ചിലാറിന്റെ തീരത്തിനടുത്ത വളരെ നാൾ അജ്ഞാതവാസത്തിലായിരുന്നു ദേവചൈതന്യം. ചാരം മൂടിയ കനൽ പോലെ ശ്രീധർമ്മശാസ്ത ചൈതന്യം ഇന്ന് നാട്ടാശ്ശേരിയിലും പുറത്തും അറിയപ്പെടും വിധം ജ്വലിച്ചുയരുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെയും അതിജീവിച്ച ചരിത്രമാണ് അമ്പാട്ട് വെള്ളേപ്പുറം ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൻ്റെത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെ തുടർന്ന് ആലുവയ്ക്കടുത്ത ഇടപ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്ത അമ്പാട്ട് നായർ കുടുംബത്തിന്റെ ഉപാസനാ മൂർത്തിയായിരുന്നു ശ്രീധർമ്മശാസ്താവ്. കൂടാതെ സൈനിക സേവനമനുഷ്ഠിച്ചിരുന്ന നായർ യോദ്ധാക്കൾ ശൈവവംശമായ വീരഭദ്രനെയും രക്തശ്വരിയെയും തങ്ങളുടെ കളരിയിൽ കുടിയിരുത്തി പൂജിച്ചിരുന്നു. അക്കാലത്ത് യോഗീശ്വരൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു കാരണവർ കുമാരനെല്ലൂർ ഭഗവതിയുടെ ഉപാസകരായിരുന്നു. അദ്ദേഹം മൂലകുടുംബത്തിന് സമീപം കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു മന്ദിരം നിർമ്മിച്ച് കുമാരനെല്ലൂർ ഭഗവതിയെ പൂജിച്ചു വന്നു. അക്കാലത്തു തന്നെ ശ്രീധർമ്മശാസ്താവിനായി ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും രക്തേശ്വരി, വീരഭദ്രൻ എന്നീ മൂർത്തികളെ കൂടി ശാസ്താവിനൊപ്പം ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രം വീണ്ടും അവഗണിക്കപ്പെട്ടു. കാലാന്തരത്തിൽ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താവിന്റെ സാന്നിധ്യം വളരെ പുഷ്ടിപ്പെട്ടതായി ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ശാസ്താവിന്റെ ശിലാവിഗ്രഹം താന്ത്രിക വിധിപ്രകാരം പുനഃപ്രതിഷ്ഠിക്കുകയും രക്തേശ്വരി, വീരഭദ്രൻ എന്നീ മൂർത്തികളെ പ്രത്യേകം ആലയങ്ങൾ നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. നാട്ടാശ്ശേരി അമ്പാട്ട് വെള്ളേപ്പുറം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഈ പുനരുദ്ധാരണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം 24 വർഷങ്ങളാകുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത് ഈ ഏതാണ്ട് 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നമ്മൾ മലബാറിൽ നിന്നും അതുപോലെ ഈ ആലുവയ്ക്ക് അടുത്തുള്ള ഇടപ്പള്ളിയിൽ നിന്നും പലായനം ചെയ്തു വന്ന അമ്പാട്ട് കുടുംബത്തിൻ്റെ ആരാധനാമൂർത്തിയായിരുന്നു ശ്രീധർമ്മശാസ്താവ്. അവർ ഈ നാട്ടിലെത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ തെക്കുംകൂർ രാജവംശത്തിൻ്റെ സഹായത്തോടു കൂടി അവർ ഒരു കളരി സ്ഥാപിക്കുകയും ആ കളരിയിൽ ശ്രീധർമ്മശാസ്താവിനെ അതുപോലെ തന്നെ രക്തേശ്വരി, വീരഭദ്രൻ എന്നീ മൂർത്തികളെയും ഒക്കെ ഒരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് അവർ ആയോധന മുറകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കാലക്രമേണ അത് അന്യം നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നത്തെ തലമുറയിലുള്ളവർ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. അത് വീണ്ടും പിന്നെയും ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് 2020 വീണ്ടും ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. ഈ പുനഃപ്രതിഷ്ഠ നടത്തിയത് കുംഭമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ്. ആ ഉത്രം നക്ഷത്രത്തിലെ പ്രതിഷ്ഠ മുഹൂർത്തത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇടവം രാശി സമയമായിരുന്നു. ആ ഇടവൻ രാശി സമയം ജ്യോതിഷപ്രകാരമാണെങ്കിലും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഇടവൻ രാശിയുടെ 9ാം ഭാവാധിപനും 10ാം ഭാവാധിപനും ശനിയാണ്. ആ ശനിയുടെ ഈശ്വരനായിട്ടുള്ള ഈ ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ആ ഉത്രം തൊഴിലിൽ പങ്കെടുക്കുന്നവർക്ക് കർമ്മപുഷ്ടിയും ഭാഗ്യപുഷ്ടിയും ഉണ്ടാകുന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ധർമ്മശാസ്താവ് പ്രഭാദേവിയോട് സത്യനോടും ഒപ്പം നിലകൊള്ളുന്നതായിട്ടുള്ള സങ്കല്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അതുപോലെ സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ വേണ്ട അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ ഈ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉള്ളതായിട്ട് നമ്മുടെ ഭക്തജനങ്ങളിൽ നിന്നും അതുപോലെ അനുഭവസ്ഥർ ധാരാളമുണ്ട്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഉത്തരത്തിലുള്ളൊരു കളഭാഭിഷേകമുണ്ട്. ഉത്തരത്തിലെ ആ കളഭാഭിഷേകത്തിന് ശേഷം അത് ഇവിടെ ഈ ഉച്ചപൂജയോടനുബന്ധിച്ച് ഉത്രം തൊഴിൽ നടക്കും. അതോടൊപ്പം തന്നെ ഒരു ഉത്രം തിരുനാൾ മഹാപ്രസാദൂട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇതിൽ സഹകരിക്കാറുണ്ട്. ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്ന ഏവർക്കും ഇവിടെ യഥേഷ്ടം ജാതിമതങ്ങളൊന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും ഇവിടെ വന്ന് ആരാധന നടത്തുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ശ്രീധർമ്മശാസ്താവ് ൻ്റെ ചൈതന്യം വളരെ നന്നായി പ്രകാശിക്കുന്ന ഈ ക്ഷേത്രം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായിട്ട് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭരണം നടത്തുന്നത് അമ്പാട്ട് കുടുംബം ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇപ്പം ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ 11 അംഗ ഭരണസമിതിയാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്.
തച്ചുശാസ്ത്ര വിധിപ്രകാരം പുനർനിർമ്മിച്ചതിനു ശേഷം ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ നടത്തിയത് കുംഭമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ഇടവം രാശിയിലാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ ശനിയുടെ അതിദേവതയായ ശ്രീധർമ്മശാസ്താവിനെ ഭഗവാന്റെ തിരുനാളായ ഉത്രം നക്ഷത്രത്തിൽ വണങ്ങുന്നത് കർമ്മപുഷ്ടിപ്രദവും ഭാഗ്യദായകവും സർവ്വശനിദോഷഹരവുമാണെന്നാണ് വിശ്വസിക്കുന്നത്. തിരുഉത്രം തൊഴിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ്. കുംഭമാസത്തിലെ മകം, പൂരം, ഉത്രം നാളുകളിൽ നടക്കുന്ന ക്ഷേത്ര തിരുവുത്സവം ആചാരപ്രധാനവും ആഘോഷ സമ്പുഷ്ടവുമാണ്. 3 ദിവസത്തെ ഉത്സവമാണ് നമ്മുടെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അത് കുംഭമാസത്തിലാണ്. അതായത് മകം, പൂരം, ഉത്രം ഈ 3 ദിവസങ്ങളിലാണ് ഇവിടെ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ കളഭാഭിഷേകം. ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഈ അമ്പലത്തിലെ ഏറ്റവും വിശേഷ ദിവസങ്ങളായിട്ട് ഉത്സവം ആഘോഷിക്കുന്നത് ഈ 3 ദിവസങ്ങളിലാണ്. ഉത്രം തൊഴിൽ ഇവിടുത്തെ വളരെ പ്രത്യേകതയോടുകൂടിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ്. പിന്നെ അതോടനുബന്ധിച്ച് പ്രസാദകൂട്ട് നടക്കാറുണ്ട്. പിന്നെ അതുപോലുള്ള മറ്റ് പ്രത്യേക വഴിപാടുകൾ എല്ലാം നടക്കുന്ന ഒരു ഏറ്റവും വിശേഷമായ 3 ദിവസങ്ങളാണ് ഈ പറഞ്ഞ 3 ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച്. ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയെ കൂടാതെ ഗണപതി, വീരഭദ്രൻ, രക്തേശ്വരി, ശ്രീ കുമാരനെല്ലൂർ ഭഗവതി, രക്ഷസ്, സർപ്പം എന്നീ ഉപപ്രതിഷ്ഠകളുമുണ്ട്. ശാസ്താക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും ആചാരക്രമങ്ങളും ഇവിടെയും പാലിച്ചു വരുന്നു. രാവിലെ 5:30 നട തുറക്കുന്നു. അതിനുശേഷം ഉഷപ്പൂജയുണ്ട്. പിന്നീട് ഉച്ചപൂജ. പിന്നെ വൈകുന്നേരം 5:05 നട തുറക്കും. പിന്നീട് ദീപാരാധന. അതിനുശേഷം പിന്നെ അത്താഴപൂജ. പിന്നെ ഹരിവരാസനം പാടി ആണ് ഭഗവാനെ ഉറക്കുന്നത്. പിന്നെ അന്നുള്ള പരവുകൾ ഭഗവാന്റെ മുന്നിൽ പിന്നെ വായിക്കും. എള്ളുനിവേദ്യമുണ്ട്. നീരാഞ്ജനമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ അർച്ചനകൾ, പിന്നെ ഭാഗ്യസൂക്തം, അഷ്ടാഭിഷേകം, പല പൂജകളുണ്ട്. നാട്ടാശ്ശേരിയുടെ സമസ്ത ഐശ്വര്യങ്ങൾക്കും അമ്പാട്ട് വെള്ളേപ്പുറം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം കാരണമാകുമെന്ന ദേവപ്രശ്നത്തിൽ വെളിവാകപ്പെട്ടതാണ്. അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ശാസ്താവിനോടുള്ള നിർലോഭമായ ഭക്തിയും അകം തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ദേവ ചൈതന്യവുമാണ് ഈ കീർത്തിക്ക് പിന്നിൽ. ഭക്തരുടെ അനുഭവങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഭക്തി എന്ന് പറയാൻ ആരും വിശ്വസിപ്പിക്കാൻ ഞാൻ പറഞ്ഞ ആരെയും അറിയിപ്പിക്കില്ല. എൻ്റെ വിശ്വാസം എൻ്റെ കൂടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആൾ എന്നെ തെളിയിച്ചു തരുന്നുണ്ട്. ഇപ്പം ഇവിടെ ഈ വന്ന തിരുമേനി നല്ല കാര്യമായിട്ട് നടത്തി, പൂജ നടത്തി, ഇത്രയും നല്ല ഇത് വന്നത്. ആദിത്യ ഭഗവാന് ഇപ്പം ഇവിടെ കാര്യങ്ങളെല്ലാം നടന്നു. ആദിത്യ ഭഗവാന്, ശിവന്, ബ്രഹ്മദേവന് ഇതെല്ലാം എനിക്ക് തെളിഞ്ഞു കിട്ടി. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. പക്ഷേ ഞാൻ ആ അയ്യപ്പൻ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. എന്നെ ഇവർ പിടിച്ച് ഇവിടെ നടത്തിക്കൊണ്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഭഗവാൻ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടത്തുക. ഞാൻ തന്നെ നടക്കുകയല്ല. എൻ്റെ അയ്യപ്പൻ എനിക്ക് പറയാൻ ഇല്ല. എനിക്ക് അത്രയും അടുപ്പമെന്ന് പറഞ്ഞാൽ എന്നെ വിടുന്നില്ല അയ്യപ്പൻ. എനിക്ക് അത്രയും ഇതാണ്. നല്ലൊരു എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം എൻ്റെ കൊച്ചമ്മയുടെ മക്കളും ഇവരുമൊക്കെ അമ്മാവൻ്റെ മോനാണത്. ഇവിടെ ഉള്ളവരെല്ലാവരും നല്ല ഇതായിട്ട് ഈ തിരുമേനി ഇവിടെ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം നല്ല മനസ്സോടുകൂടി ഇവിടെയെല്ലാം ഈ പ്രദേശവും എല്ലാം നല്ല ഒന്നിച്ചു പോയി കൂട്ടമായിട്ട് വന്ന് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ എല്ലാവരും വന്ന് സഹകരിക്കുകയും അത് വേണ്ട പോലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടത്തുന്നു. ഇനിയും വീണ്ടും മേളിലോട്ട് നടത്തി പോകണം എന്നുള്ള ആഗ്രഹമാണ്. എല്ലാ ശനിയാഴ്ച മന്ദൂഴും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്നെ ആഗ്രഹം എന്ന് പറഞ്ഞ് നീലാഞ്ജനം കത്തിക്കും, ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെ താന്ത്രികാചാര്യൻ. വടകശ്ശേരി ഇല്ലം ബ്രഹ്മശ്രീ സന്ദീപ് PN ആണ് മേൽശാന്തി. കോട്ടയത്ത് നിന്നും MC റോഡിൽ ഏറ്റുമാനൂർ റൂട്ടിൽ 2 കിലോമീറ്റർ മാറി നാട്ടാശ്ശേരിയിലാണ് അമ്പാട്ട് വെള്ളേപ്പുറം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.